കുറച്ചൊക്കെ മാറി ചിന്തിക്കാൻ സമയമായോ? വിസ ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ ഡ്രഗ് സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ്, മെന്റൽ ഇവാലുവേഷൻ ഇതെല്ലാം അവർ ചോദിക്കുന്നു, നമ്മൾ കൊടുക്കുന്നു. ഒരു പരാതിയുമില്ല. ഇതുപോലെ തന്നെ വിവാഹം, ഇതുപോലെ ഒരു വലിയൊരു കാര്യം നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന വ്യക്തി അവസാനം വരെ ഉണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ മക്കളുടെ അപ്പനോ അമ്മയോ ആകേണ്ടതാണ്. അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് രണ്ട് പാർട്ടികളും ഒരുമിച്ച് ഇതൊക്കെയാണ് ദിസ് ഈസ് ഹൗ ഐ ആം, ഇതാണ് എൻ്റെ ഹെൽത്ത് ഇവാലുവേഷൻ, ഇതാണ് എൻ്റെ മെന്റൽ ഇവാലുവേഷൻ, രണ്ടു പേരും തുറന്നു കാണിക്കാൻ തയ്യാറാണെങ്കിലോ? വിശ്വാസം അതല്ലേ എല്ലാം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ആ വഴി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. പക്ഷെ അതല്ല, ആളുകൾ പല വിധമുണ്ട്. അങ്ങനെയാകുമ്പോൾ ഒന്നാലോചിച്ച് നോക്കുക. മുന്നോട്ട് പോയി കുറച്ച് നാളുകൾക്ക് ശേഷം അന്നുണ്ടായിരുന്ന ആ ഒരു ചെറിയ ട്യൂമർ ക്യാൻസറസ് ആയിരുന്നു എന്ന് പിന്നീട് അറിയുന്നു. ജീവിതം ഒന്ന് ആടി ഉലഞ്ഞപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു മെന്റൽ ഡിസ്റ്റർബൻസ് പിന്നെയും പുറത്തു വരുന്നു. ഇതെല്ലാം പാർട്ട്ണർ അറിയുന്നത് അപ്പോഴാണ്. പക്ഷെ ഒന്നോർക്കുക, അവിടെ നിങ്ങളോടൊപ്പം ഇതിൻ്റെ ഒരു വേദന എടുക്കാൻ പോകുന്നത് കുറച്ച് കുഞ്ഞു ജീവനുകൾ കൂടിയാണ്. അപ്പോൾ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമായോ? ആലോചിച്ച് നോക്കിയേ.